അങ്ങനെ ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റും പുതിയ കേന്ദ്ര മന്ത്രിസഭയും നിലവിൽ വന്നു. സാമാജികരുടെയും മന്ത്രിമാരായവരുടെയും പ്രായം, വിദ്യാഭ്യാസ യോഗ്യത, സാമ്പത്തിക ശേഷി, ക്രിമിനൽ ബന്ധം തുടങ്ങിയവയെപ്പറ്റി വിശദ വിവരങ്ങൾ പുറത്തു വന്നു തുടങ്ങുകയും ചെയ്തു. അതിൽ പ്രധാനമായി ചർച്ച ചെയ്യുന്നത് എം പിമാരുടെ സാമ്പത്തിക ശേഷി തന്നെ. 18ാം ലോക്സഭയിൽ എത്തിയവരിൽ 93% കോടീശ്വരന്മാരാണ്. അതായത് 543 അംഗസഭയിൽ 504 പേരും കോടീശ്വരന്മാർ. എം പിമാരുടെ ശരാശരി ആസ്തി 46 കോടി രൂപയാണ്. അതിൽ 227 എം പിമാർക്ക് 10 കോടിയിലേറെ ആസ്തിയുണ്ട്. അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് PRS ലെജിസ്ലേറ്റീവ് റിസർച്ച് റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത്. എം പിമാരിൽ ഏറ്റവും വലിയ കോടീശ്വരൻ 5705 കോടി രൂപ ആസ്തിയുള്ള ആന്ധ്രയിലെ TDP MP ഡോക്ടർ ചന്ദ്രശേഖർ പൊമ്മസാനിയാണ്. ഇദ്ദേഹം ഗ്രാമവികസന ടെലികോം സഹമന്ത്രിയുമായി. രണ്ടാമനും പഴയ ആന്ധ്രയിൽ നിന്ന് തന്നെ 4568 കോടി രൂപ ആസ്തിയുള്ള കൊണ്ട വിശ്വേശ്വർ റെഡ്ഡിയാണ് കക്ഷി. തെലങ്കാനയിൽ നിന്ന് BJP സ്ഥാനാർത്ഥിയായാണ് ഇദ്ദേഹം മത്സരിച്ച് ജയിച്ചത്. മൂന്നാമൻ BJPയിലെ നവീൻ ജിണ്ടലാണ്. ഹരിയാനയിലെ കുരുക്ഷേത്ര മണ്ഡലത്തിൽ നിന്നുള്ള ഇദ്ദേഹത്തിൻ്റെ ആസ്തി 1241 കോടി രൂപ. കേന്ദ്രമന്ത്രിമാരിൽ 6 പേർ ശതകോടീശ്വരന്മാരാണ്. മുമ്പേ പറഞ്ഞ പൊമ്മസാനി, ചന്ദ്രശേഖർ കഴിഞ്ഞാൽ മുമ്പൻ ജ്യോതിരാദിത്യ സിന്ധ്യ 424 കോടിയുടെ ആസ്തിയുമായി മന്ത്രിമാരിൽ രണ്ടാമനായി നിൽക്കുന്നു. HD കുമാരസ്വാമിയുടെ ആസ്തി 217 കോടി രൂപയാണ്. മറ്റ് മന്ത്രിമാരായ അശ്വതി വൈഷ്ണവിന് 144 കോടിയും റാവു ഇന്ദർജിത് സിംഗിന് 121 കോടിയും പീയൂഷ് ഗോയലിന് 110 കോടിയും ആസ്തിയുണ്ട്. പുതിയ ലോക്സഭാ അംഗങ്ങളുടെ ശരാശരി പ്രായം 56 ആണ്. 41നും 60നും മധ്യ പ്രായമുള്ളവരാണ് പകുതിയിലേറെയും. ഏറ്റവും പ്രായം കൂടിയ അംഗം 52കാരനായ DMKയിലെ TR ബാലു ആണ്. ഏറ്റവും പ്രായം കുറഞ്ഞവർ 25കാരായ UPയിൽ നിന്നുള്ള എം പിമാരാണ്. സമാജ്വാദിയിലെ പുഷ്പേന്ദ്ര സരോജ്, പ്രിയ സരോജ്, LJPയിലെ ശംഭവി ചൗധരി എന്നിവരാണിവർ. കേരളത്തിൽ നിന്ന് ലോക്സഭയിലെത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം 40കാരനായ ഹൈബി ഈഡനാണ്. ഏറ്റവും സീനിയർ 77കാരനായ ET മുഹമ്മദ് ബഷീറും. ലോക്സഭാംഗങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത എടുത്താൽ ബിരുദം നേടിയ 245 പേരുണ്ട്. ബിരുദാനന്തര ബിരുദം നേടിയവർ 147, PhDക്കാർ 28, 12ാം ക്ലാസ്സുകാർ 65 എണ്ണം, 10 പാസ്സായവർ 34, 8ാം ക്ലാസ്സുകാർ 4, 5ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തിയവർ 2. അക്കാദമിക് യോഗ്യതയില്ലെങ്കിലും സാക്ഷരനായ ഒരാളും എം പിമാരിലുണ്ടെന്ന് അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. കോടീശ്വരന്മാർക്ക് പാർലമെൻറ്റിൽ സ്ഥാനമുള്ളൂ എന്ന് തോന്നിപ്പിക്കും വിധമാണ് ആശങ്കാജനകമായ പോക്കെങ്കിലും അതിനേക്കാൾ ആശങ്കാകുലം ഗുരുതര ക്രിമിനൽ കേസുള്ള 19 പേർ കേന്ദ്രമന്ത്രിസഭയിൽ ഉണ്ടെന്നതാണ്. തുറമുഖ മന്ത്രി ശന്തനു താക്കൂർ, വിദ്യാഭ്യാസ സഹമന്ത്രി സുകാന്ത മജുംദാർ എന്നിവർക്കെതിരെ വധശ്രമ കേസാണുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ കേസുള്ള ആകെ മന്ത്രിമാർ 28 താനും.